അന്വേഷണ ഏജൻസിയോട് പറയുക പോലും ചെയ്യാതെ ഇവരെ അക്വിറ്റ് ചെയ്ത മാതിരി പറഞ്ഞാൽ അതിനർത്ഥം അത് അത്ര ലളിതമായൊരു കാര്യമല്ല. വളരെ ഗൗരവതരമായി ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉന്നയിച്ച ഒരാരോപണത്തെ ഇത്ര ലാഘവത്തോടെ കോടതി കാണാമോ? ആ ചോദ്യം ഇനിയും ഇന്ത്യൻ നിയമവൃത്തങ്ങളിൽ നിലനിൽക്കും. ഇത് അന്വേഷിക്കപ്പെടേണ്ടി വരും. എന്നെങ്കിലും അന്വേഷിക്കപ്പെട്ടാൽ ഈ കോടതിക്ക് അത് വലിയ കളങ്കമായി മാറും. ശ്രീ പി സി വിഷ്ണുനാഥ്, ഈ കോടതിയിൽ വരെ വന്ന കാര്യങ്ങൾ രാഹുൽ അറിഞ്ഞിട്ടില്ലേ എന്നാണ് ജോർജ് കുര്യൻ്റെ ആദ്യത്തെ സംശയം. അതിനുള്ള മറുപടി അത് BJPയുടെ സ്ഥിരം രാഷ്ട്രീയ എതിരാളികളെ വില കുറച്ച് കാണിച്ച് പരിഹസിക്കുന്ന, അതിൽ കൂടി എന്തോ മഹത്വം അവരിലേക്ക് വന്നു ഭവിക്കുമെന്ന് കരുതുന്ന അവരുടെ വലിയ നേതാവിൻ്റെ രാഷ്ട്രീയ ശൈലി താഴോട്ട് കിട്ടിയതാണ്. ഞാനതിന് മറുപടി പറയുന്നില്ല. 2, വേണുവിൻ്റെ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം, അതാണ് ഇതിലെ ഏറ്റവും പ്രസക്തമായ കാര്യം. പരാതിക്കാരൻ്റെ കയ്യിൽ അന്വേഷണ ഏജൻസി ഉണ്ടോ? ഭരണകൂടത്തിൻ്റെ കയ്യിലല്ലയോ ഉപകരണങ്ങളുള്ളത്? ഭരണകൂടത്തിൻ്റെ കയ്യിലല്ലയോ എൻഫോഴ്സ്മെൻ്റ് ഉള്ളത്? പരാതിക്കാരൻ ഒരു കോടതിയെ ഒരു അഴിമതി, അതും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെയുള്ള അഴിമതി ആരോപണം അന്വേഷിക്കാൻ കോടതിയുടെ സഹായം തേടുമ്പോൾ നിങ്ങൾ പോയി തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞാൽ നാളെ ഈ സുപ്രീം കോടതിയുടെ സമീപനത്തെ ഇന്ത്യയിലെ എല്ലാ കോടതികളും ഒരു മാർഗനിർദ്ദേശമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഏത് കോടതിയിൽ ഏത് കാര്യമാണ് തെളിയുന്നത്? ഇപ്പോൾ സഹാറയുടെ പേപ്പർ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് കോടതി ചോദിച്ചാൽ വിശ്വസിക്കാൻ കഴിയുന്നതാണോ അല്ലയോ എന്ന് കോടതി ഒരു ഏജൻസിയെ ചുമതലപ്പെടുത്തി ഒന്നുകിൽ നിലവിലുള്ള CBIയോ എൻഫോഴ്സ്മെൻറ്റോ അല്ലെങ്കിൽ കോടതി തന്നെ ചുമതലപ്പെടുത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോ അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ പ്രശാന്ത് ഭൂഷൺ ഇനി അത് സംഘടിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ പ്രശാന്ത് ഭൂഷൺ ഉത്തരവിട്ട CBI ഡയറക്ടർ അന്വേഷിക്കുമോ? അത് ഭരണകൂടം തീരുമാനിക്കണ്ടേ? കോടതി തീരുമാനിക്കണ്ടേ? എന്ന് മാത്രമല്ല രാജീവും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എന്ന് മാത്രമല്ല ഈ CBI ഡയറക്ടർക്ക്, CVCക്ക്, CBDTക്ക് ഇങ്ങനെ എത്ര ആളുകൾക്കാണ് പ്രശാന്ത് ഭൂഷൺ കത്തുകൾ അയച്ചിരിക്കുന്നത്? അവരൊന്നും അതിന് മറുപടി നൽകിയിട്ടില്ല. അതിനുശേഷമാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതിപ്പോൾ ഹിന്ദു ഈ വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി, നരേന്ദ്രമോദിയുടെ ഒന്നും പേര് പറയാതെ. EPW പ്രസിദ്ധീകരിക്കുകയുണ്ടായി, കാരവൻ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനൊക്കെ മുൻപ് അവർ നരേന്ദ്രമോദി അടക്കം 9 പേർക്ക് ഇമെയിലായി ഈ വിവരങ്ങൾ അയക്കുകയുണ്ടായി. പ്രതികരണം തേടുകയുണ്ടായി ശ്രീ ജോർജ് കുര്യൻ. മിണ്ടിയിട്ടില്ല ഒരാളും. അപ്പോൾ പരാതിക്കാർ നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയല്ല ചെയ്തത്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആരായുകയാണ്. ഒരു മറുപടിയുമില്ല. പിന്നെ ഇത് വാർത്തയായി പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾ ഈ ആരോപിതർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. ഈ മൗനം എന്താണ്? എന്ത് ഭയന്നിട്ടാണ്? അല്ല വേണു, ഈ സുപ്രീം കോടതിയെ ഏതായാലും വേണു വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ച് മൂലയിൽ ഇരുത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പ്രധാനമന്ത്രിയും എക്സിക്യൂട്ടീവിനും ഒന്നും ഒരു വിലയില്ലല്ലോ. കാരണം ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്ന, ഇതുവരെയും എല്ലാവരും ആവശ്യപ്പെടുന്നത് സുപ്രീം കോടതി മോണിറ്റർ ചെയ്യണമെന്നാണ്. പക്ഷേ വേണു ഒരു കാര്യം വിട്ടു. SIT MB ഷായും അതുപോലെ തന്നെ പസായത്തും, ജസ്റ്റിസ് പസായത്തും ഉൾപ്പെട്ട SIT ഇത് പരിഗണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അകത്ത് കഥയില്ല എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുകയും ചെയ്തതാണ്. മാത്രമല്ല പ്രശാന്ത് ഭൂഷൺ 1287 പേജാണ് സുപ്രീം കോടതി കൊടുത്തത്, 61 അനക്സേഴ്സ്. അപ്പോൾ സുപ്രീം കോടതി നമ്മളിവിടെ ഇരുന്നുകൊണ്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് സുപ്രീം കോടതി കൊള്ളില്ല, അതുപോലെ തന്നെ ജസ്റ്റിസ് കേഹാർ കൊള്ളില്ല എന്നെല്ലാം വിധി എഴുതി. പക്ഷേ സുപ്രീം കോടതി ഒരുപക്ഷെ മണിക്കൂറുകളിരുന്നത് പരിശോധിച്ചിട്ടുണ്ടാവും. ഈ കൊണ്ടുവരുന്ന സാധനത്തിന് അല്ലെങ്കിൽ രേഖയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എങ്കിൽ ഈ വേണു പറയുന്നത് പോലെ സുപ്രീം കോടതി അന്വേഷിക്കണം എന്നാണോ പറയുന്നത്? 2G കേസിൽ CVCയും അതുപോലെ CAGയും അവരന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണല്ലോ സുപ്രീം കോടതി ഇടപെടുന്നത്. ഇവിടെ ഈ ഏജൻസികളൊക്കെ തന്നെ പരിശോധിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കഴമ്പില്ല. ഞാൻ പറഞ്ഞത് മറ്റേത് സർക്കാരിൻ്റെ ഏജൻസി ആയതുകൊണ്ട് ഒരുപക്ഷെ സർക്കാരിൻ്റെ ഏജൻസിയല്ല, CVCക്കൊക്കെ സ്വതന്ത്രമായിട്ടുള്ള CAGക്കുമൊക്കെ. പക്ഷേ SITയുടെ കാര്യത്തിൽ 2 സുപ്രീം കോടതി ജഡ്ജിമാർ അവർ പരിശോധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ്. അവർ മാത്രമല്ല CVCക്കും വിട്ടുകൊടുത്തു. ശരിയല്ല, CVCയുടെ കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പി രാജീവ് ഈ SIT എന്ന് വെച്ചാൽ ഈ കള്ളപ്പണ ഇടപാടൊക്കെ അന്വേഷിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന SIT, അതിലെ MB ഷായും അരിജിത് പസായത്തും ഇതുപോലെ തന്നെ പ്രശാന്ത് ഭൂഷൺ സമീപിച്ച 2
ന്യായാധിപന്മാരാണ്. CBI ഡയറക്ടറെ സമീപിച്ചു, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറെ സമീപിച്ചു, പ്രത്യക്ഷ നികുതി ബോർഡിൻ്റെ ചെയർമാനെ സമീപിച്ചു, ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് കമ്മീഷണറെ സമീപിച്ചു, CVCയെ സമീപിച്ചു, അതിലെ തന്നെ 2 കമ്മീഷണർമാരെ സമീപിച്ചു. ഇതെല്ലാം നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതിയിലേക്കും പോയി. ഇനി ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ഒരു അലംഭാവമാണെങ്കിൽ കോടതിയും പറഞ്ഞിരിക്കുകയാണല്ലോ ബെറ്റർ മെറ്റീരിയലുമായി വരൂ എന്ന്. അപ്പോൾ അതിനുശേഷം ഒരു വലിയ ആരോപണം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഇത് ആവർത്തിക്കുന്നത് എന്തിനാണ്? അല്ല, യഥാർത്ഥത്തിൽ ഇത് നേരത്തെ ഉയർന്നിട്ടുള്ള ഒരു ആരോപണമാണ്. അതുമാത്രമല്ല, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളിലൂടെ മാത്രമല്ല, ഇപ്പോൾ കാരവൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വളരെ വിശദമായി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതുകൂടാതെ പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള ഇത്തരം പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രശസ്തനായ അഭിഭാഷകനും പൊതുപ്രവർത്തകനും വിവിധ ഏജൻസികളെ സമീപിച്ചിരുന്നു, സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പരസ്യമായി ഒരു വേദിക്കകത്ത് ഉന്നയിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഭൂകമ്പം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ഇതായിരിക്കില്ല. അത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലോ മനസ്സിലോ എവിടെയെങ്കിലും കിടപ്പുണ്ടായിരിക്കും. ഇതാണ് ഭൂകമ്പം എന്നാരും പ്രതീക്ഷിക്കുന്നില്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ നേരത്തെ ഉന്നയിക്കപ്പെടുകയും കോടതി വരെ വന്നിട്ടുള്ള പ്രശ്നമാണ്. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചു എന്നതുകൊണ്ട് അതിന് ഗൗരവം ഇല്ലാതായി പോകുന്നില്ല. നേരത്തെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ ഇവിടെ നേരത്തെ CR സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ട സമീപനമല്ല സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ CAGക്കാണെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പരിശോധിക്കാനായി അവർക്ക് ഭരണഘടനാപരമായ അധികാരമുള്ളൂ. ഇപ്പോൾ PPP പ്രൊജക്റ്റുകൾ പോലും അത് പരിശോധിക്കുമ്പോൾ പല പരിമിതികളും നിലനിൽക്കുന്ന രാജ്യമാണിത്. അതുപോലെ CVCക്കും അതിനകത്ത് ചില നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വളരെ സ്വതന്ത്രമായ ഏജൻസി അന്വേഷിക്കുന്നതിന് സുപ്രീം കോടതി ഒരു നിർദ്ദേശം നൽകുകയും ആ അന്വേഷണത്തിലൂടെ പ്രധാനമന്ത്രി കുറ്റക്കാരനല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സഹായകരമായിരിക്കുമല്ലോ അത് സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നതിന്. ആ രീതി സ്വീകരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ സമയം എന്നുള്ളത് പ്രധാനമന്ത്രി മോഡി പ്രഖ്യാപിച്ച 50ാമത് ദിവസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇന്നലെ എടുത്ത തീരുമാനം ഇന്ന് മാറ്റിമറിക്കുന്ന രൂപത്തിലേക്ക് ഗവൺമെൻറ് വീണ്ടും മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചർച്ചകൾ അതിലേക്ക് കേന്ദ്രീകരിക്കുകയും ഈ രാജ്യത്തെ ജനങ്ങളെയാകെ ആ പ്രശ്നത്തിനകത്ത് കേന്ദ്രീകരിച്ച് നിർത്താനുമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളുമായി ഉത്തരവാദിത്തമുള്ള ഏത് പ്രസ്ഥാനങ്ങളും ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ചർച്ച പോലും അത്തരം പ്രശ്നങ്ങളിൽ കേന്ദ്രീകരിക്കേണ്ടതാണ് രാജ്യ താല്പര്യത്തിനും ജനതാല്പര്യത്തിനും നല്ലത് എന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, ശ്രീ P. രാജീവ്, ഇവിടെ സുപ്രീം കോടതി പറയുകയാണ് ഇത് ഞങ്ങളുടെ മനസാക്ഷിയെ ഉണർത്തുന്ന സംശയങ്ങൾ നൽകാൻ പര്യാപ്തമല്ല എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി നിഷേധിക്കുന്നത് ഏത് രേഖകളാണ്? ഇത് പ്രശാന്ത് ഭൂഷൺ സ്വയമേവ കൊണ്ടുവന്നതല്ല. ഇത് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിങ് നടത്തിയ റെയ്ഡിലും പരിശോധനയിലുമൊക്കെ സമാഹരിച്ചതാണ് എന്ന് മാത്രമല്ല, അങ്കിത പാണ്ഡെയാണ് അന്ന് അതിന് ഡെപ്യൂട്ടി ഡയറക്ടർ IT ഇൻവെസ്റ്റിഗേഷൻ്റെ ചുമതലയുണ്ടായിരുന്നത്. അവരാണത് സൈൻ ചെയ്തിരിക്കുന്നത്, കൗണ്ടർ സൈൻ വാങ്ങിയിട്ടുണ്ട്, ഈ മൊഴിയെടുത്തവരുടെ കയ്യൊപ്പ് വാങ്ങിയിട്ടുണ്ട്, ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തള്ളിക്കളയുന്ന രേഖ എന്ന് പറയുന്നത് ഔദ്യോഗിക രേഖകൾ തന്നെയല്ലേ? ഒന്ന്. പിന്നെ ഈ അങ്കിത പാണ്ഡെയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അങ്കിത പാണ്ഡെ ലോങ് ലീവിലാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് ഈ കിരൺ റിജിജുവിൻ്റെ കാര്യം അന്വേഷിച്ച സതീഷ് വർമ്മയ്ക്ക് അച്ചടക്ക നടപടി ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്? അതിനു മുൻപ് ഈ പറയുന്ന വ്യാജ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ടതിൽ സുപ്രീം കോടതിയുടെ തന്നെ നിരീക്ഷണവുമൊക്കെ ഉണ്ടായല്ലോ. അക്കാര്യത്തിൽ CBIക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് കോടതി തന്നെ നിർദ്ദേശിച്ച IPS ഉദ്യോഗസ്ഥനാണല്ലോ സതീഷ് വർമ്മ. എന്നിട്ടത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന കണ്ടെത്തലിലേക്കാണല്ലോ അദ്ദേഹം അടക്കം പോയത്. അദ്ദേഹത്തെ പിന്നെ അവിടെ നിന്ന് മാറ്റുകയാണ്, CRPFൻ്റെ ചുമതലയിലേക്കോ മറ്റോ. അതിനിടയിലാണ് ഈ റിജിജുവിൻ്റെ കാര്യത്തിലെ ചുമതല വരുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തുന്നു. പിന്നെ ത്രിപുരയിൽ CRPFൻ്റെയോ മറ്റോ ചുമതലയിലേക്ക് മാറ്റുന്നു. ഈ കണ്ടെത്തൽ വരുന്നതിൻ്റെ പിന്നാലെ അദ്ദേഹത്തിനെതിരെ നടപടി വരുന്നു. ഇതൊക്കെ സുപ്രീം കോടതിക്ക് കാണാൻ കഴിയുന്നതല്ലേ രാജീവ്? അപ്പോൾ പ്രശാന്ത് ഭൂഷൺ മാത്രമാണ് വിവരങ്ങൾ കൊണ്ടുവരേണ്ടത്. പ്രശാന്ത് ഭൂഷൺ കൊണ്ടുവന്ന വിവരങ്ങൾക്ക് വിശ്വാസ്യതയില്ല എന്ന് പറയുമ്പോൾ ഒരു ഉന്നത നീതിപീഠം ഈ കാര്യത്തിൽ പരിഗണിക്കേണ്ട വിശാലമായ നീതിയുടെ താല്പര്യം നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. സുപ്രീം കോടതി ഇത്തരം സന്ദർഭത്തിൽ എടുക്കേണ്ട സമീപനം എന്നുള്ളത്
ആ പ്രശ്നത്തെ ശരിയായൊരു അന്വേഷണത്തിന് വിധേയമാക്കലാണ്. ഇവിടെ നേരത്തെ ഇവരെല്ലാവരും പരാമർശിച്ചിട്ടുള്ള ഒത്തിരിയേറെ കേസുകളുണ്ട്. ആ കേസുകളിൽ അന്വേഷണ ഏജൻസികൾ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം സമൂഹത്തിൻ്റെ മുൻപാകെ വരുന്ന ഘട്ടങ്ങളിൽ കോടതി തന്നെ അന്വേഷണങ്ങളുടെ മേൽനോട്ട ചുമതല സ്വയം ഏറ്റെടുക്കുന്ന ഒരു പുതിയ കീഴ്വഴക്കവും നമ്മുടെ രാജ്യത്ത് പല സന്ദർഭങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ നേരത്തെ വേണു ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു റെയ്ഡിനകത്ത് പിടിച്ചെടുക്കപ്പെട്ട രേഖകൾ അത് ശരിയായ രൂപത്തിൽ ഔദ്യോഗികമായി തന്നെ സാക്ഷ്യപ്പെടുത്തിയ രേഖകളാണ്. ഇത്തരം രേഖകളുടെ തന്നെ അടിസ്ഥാനത്തിലാണ് മിക്കവാറും ആദായ നികുതി റെയ്ഡുകൾക്കകത്ത് പല തീരുമാനങ്ങളും കോടതികളെടുക്കുന്നത്, ഡിപ്പാർട്ട്മെൻറ്റുകളെടുക്കുന്നത്. അത്തരമൊരു രേഖയെ ഒറ്റ പരിശോധനയിൽ തന്നെ ശരിയാണോ തെറ്റാണോ കൃത്രിമമായി ചമച്ചതാണോ അതുകൊണ്ട് സാധൂകരിക്കാവുന്നതാണോ ഇത്തരം കാര്യങ്ങൾ ഒരു കോടതിക്കും ഒറ്റ വായനയിലൂടെ നിഗമനത്തിലെത്താൻ കഴിയുന്നതേയല്ല. ആ കോടതിക്ക് ആ ചുമതല നിർവഹിക്കുന്ന ഒരു ഉത്തരവാദിത്വം നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഏൽപ്പിച്ചിട്ടുമില്ല. അന്വേഷണത്തിലൂടെ ഉയർന്നു വരുന്ന വിവരങ്ങളാണ് കോടതി പരിശോധിക്കേണ്ടത്. കോടതി സ്വയം ഒരു അന്വേഷണ ഏജൻസി ആകുക എന്നുള്ളതിനുള്ള ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങളും കോടതിക്കില്ല. ഇവിടെ നേരത്തെ വേണ്ടി ചൂണ്ടിക്കാട്ടിയതുപോലെ അധികാര സൗകര്യങ്ങളെയാകെ ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രത്യേക ഭരണരീതി ശ്രീ മോഡിയുടെ കീഴിൽ വരുന്നു. ഏറ്റവും ഒടുവിൽ കരസേനാ മേധാവിയുടെ നിയമനത്തിൽ പോലും അത് പ്രതിഫലിക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ച കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെതിരെ എടുത്ത നടപടിയിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ കോടതി യഥാർത്ഥത്തിൽ പ്രവർത്തിക്കേണ്ടതുപോലെയല്ല പ്രവർത്തിച്ചത് എന്ന് പൊതുസമൂഹത്തിന് സംശയം തോന്നുന്ന സാഹചര്യമുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഗൗരവമായി തന്നെ പാർലമെന്റ് അകത്തായാലും പുറത്തായാലും ഉയർന്നു വരേണ്ടതുണ്ട്. കോടതി തന്നെ വീണ്ടും ഏതെല്ലാം മാർഗത്തിലൂടെ ഇതിനെ അന്വേഷിക്കാൻ സാധ്യതകളുണ്ടോ അതും പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ ഈ പ്രശ്നം ഉയർന്നു വരുമ്പോൾ ഞാൻ ചൂണ്ടിക്കാട്ടിയത് വളരെ ശക്തമായ പ്രതിപക്ഷ സമരം നിൽക്കുമ്പോൾ കർഷകരുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി കാണുന്നത് പോലെയും ഇത്തരം സന്ദർഭത്തിൽ ഈ പ്രശ്നത്തിലേക്ക് കേന്ദ്രീകരിക്കേണ്ട ചർച്ചകളെ വഴിതിരിച്ചു വിടുന്നോ എന്ന ഒരു സ്വാഭാവികമായ സംശയം മാത്രമാണ് അക്കൂട്ടത്തിൽ ഞാൻ ഉന്നയിച്ചത്. ശരി, ശ്രീ പി സി വിശ്വനാഥ് അതിന് രണ്ടിനും മറുപടി പറയണം. കാരണം ഈ കിരൺ റിജിജു വിഷയം അവിടെ ഉന്നയിക്കപ്പെട്ടു. മോദിയുടെ കാര്യത്തിൽ വ്യക്തിപരമായി അദ്ദേഹം അഴിമതി നടത്തി എന്ന് പറയുന്ന കാര്യത്തിൽ മൗനം പാലിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി. അതിനുശേഷമാണ് മോദിയെ പോയി കാണുന്നത് കർഷകരുടെ പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൈവശമുണ്ട് എങ്കിൽ ബുധനാഴ്ച 4 ദിവസത്തെ അവധിക്ക് ശേഷം പാർലമെൻറ്റ് ചേരുമ്പോൾ നോട്ടീസ് കൊടുക്കാം. അങ്ങനെ പോലും ചെയ്തിട്ടില്ല രാഹുൽ ഗാന്ധി. എന്നിട്ടാണ് നരേന്ദ്രമോദിയെ പ്രത്യേകം പോയി കാണുന്നത്. അതിൻ്റെ പിന്നിലെ താല്പര്യം എന്താണ്? രാജീവ് ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഇപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ്റെ ഈ ഘട്ടത്തിൽ ശ്രദ്ധ മുഴുവൻ മറ്റൊരു രൂപത്തിലേക്ക് വ്യതിചലിപ്പിച്ചു വിടാൻ സഹായകമാകുന്നൊരു നിലപാട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നു? ഒരിക്കലുമല്ല. ശ്രീ പി രാജീവ് സൂചിപ്പിച്ചതുപോലെ ഈ ഡിമോണിറ്റൈസേഷൻ്റെ ദുരന്തങ്ങൾ ഒരു പക്ഷേ അതിനെ ആദ്യം വിമർശിച്ചിരുന്നവർ കരുതുന്നതിനുമൊക്കെ അപ്പുറത്തേക്ക് രാജ്യം പോവുകയാണ്. രാജ്യത്തിലെ പ്രധാനമന്ത്രിക്കോ ധനകാര്യ വകുപ്പിനോ ധനകാര്യമന്ത്രിക്കോ ആ കാര്യത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം പോയി. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവർ ഈ ക്യാഷ്ലെസ് ഡിജിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ മെഹ്സാനയുടെ പ്രസംഗത്തിൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ നിരവധി